ഇപ്പം ഒരു 3 സിസ്റ്റം തന്നു. എന്നിട്ട് നമ്മളോട് അതിനോട് ചോദിച്ചു ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം തന്നെ തന്ന സിസ്റ്റത്തിന് മെട്രിക്സ് ഫോമിലോട്ട് മാറ്റി എഴുതാം. ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെട്രിക്സ് ഫോം എന്ന് പറയുമ്പം ആദ്യം AX ഈക്വൽ ടു B എന്നുള്ള ഫോമിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് എന്താ, ഈ XYZ എന്ന് പറയുന്ന ആൾക്കാരുടെ മുമ്പിലുള്ള ആളാരോ അതാണ് കോഎഫിഷ്യൻ്റ്. ഇവിടെ ആരാ ഉള്ളത്? 1 1 1. ഇതിൻ്റെ മുമ്പിൽ ഒന്നുമില്ലല്ലോ, അപ്പോൾ 1 1 1. ഇത് 1 -1 2 1 -1 2 3 5 -7 3 5 -7 A എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആരാണോ അൺനോൺ വേരിയബിൾസ് ആയിട്ടുള്ളത് അതാണ് നമ്മുടെ എന്ത് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ XYZ അല്ലേ ഉള്ളത്, അതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ബി എന്ന് പറയുന്നത് എന്താ, 8 6 14 8 6 14. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് തന്നിട്ടുള്ള സിസ്റ്റത്തിന് AX ഈക്വൽ ടു B എന്ന് പറയുന്ന മെട്രിക്സ് ഫോമിലോട്ട് മാറ്റി എഴുതി. അതിനുശേഷം അടുത്തത് എന്താ ചെയ്യേണ്ടത്, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എന്ന് എഴുതിയ അതിൻ്റെ A ബാർ B എന്ന് എഴുതിയ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB, അതായത് A എന്ന് പറയുന്ന മെട്രിക്സും B എന്ന് പറയുന്ന മെട്രിക്സും കൂടെ ചേർത്ത് എഴുതാം. ഒന്നുകിൽ അതിന് A ടിൽറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതും, അല്ലെങ്കിൽ A ബാർ B എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പം അത് ഫോം ചെയ്യലാണ് അടുത്തത് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എയും ബിയും ഒന്നിച്ചെഴുതുക. 1 1 1 8 1 -1 2 6 3 5 -7 40. ഇതിൻ്റെ നടുക്ക് വരയിട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സെക്കൻഡ് സ്റ്റെപ്പും ആയി. മെട്രിക്സ് ഫോമിലോട്ട് മാറ്റി, അതിനുശേഷം ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയിലോട്ട് മാറ്റി. ഈ കിട്ടിയ മെട്രിക്സിന് ഇനി എന്ത് ചെയ്യുക, ഒന്നുകിൽ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്കോ അല്ലെങ്കിൽ റോ എക്ലോൺ ഫോമിലോട്ടോ മാറ്റാം. അപ്പം എന്ത് ചെയ്യണം, റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ടോ റോ എക്ലോൺ ഫോമിലോട്ടോ മാറ്റാനാണ് പറയുന്നത്. ഇതിലിപ്പോൾ എക്ലോൺ ഫോം വേണം എന്ന് പറയാത്തതുകൊണ്ട് ഞാൻ ഇതിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാത്രമേ മാറ്റുന്നുള്ളൂ. റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റുമ്പം ഈ മെട്രിക്സ് കൺസിഡർ ചെയ്യാം. ഇതിലുള്ള ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഈ ഒരു റോ, ആ റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്, സീറോ അല്ലാത്ത ആദ്യത്തെ എലമെൻറ്റിനെ കൺസിഡർ ചെയ്യാം. അതാരാ, ഈ 1 തന്നെയാണല്ലോ. ഈ എലമെൻറ്റിനെയാണ് നമ്മുടെ ലീഡിങ് എലമെൻറ്റ് അല്ലെങ്കിൽ പിവോട്ടൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഈ എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ആൾക്കാരെ സീറോ ആക്കലാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അങ്ങനെ സീറോ ആക്കുന്ന സമയത്ത് നമ്മൾ ഏത് റോ വെച്ചിട്ട് വേണം കമ്പയർ ചെയ്യാൻ, ഈ പിവോട്ടൽ എലമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു റോനെ ബേസ് ചെയ്തിട്ട് വേണം താഴത്തെ റോയിലുള്ള ചേഞ്ചസ് വരുത്താൻ. അപ്പോൾ ഈ മെട്രിക്സിനെ ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. ഈ എലമെൻറ്റ് സീറോ ആവണം, 1 സീറോ ആവണം, പക്ഷെ 1നെ ഈ 1ഉമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അപ്പോൾ 1 -1 ഫോമിൽ വന്നു കഴിഞ്ഞാലേ സീറോ ആവുള്ളൂ. പക്ഷെ ഈ ഒരു എലമെൻറ്റിൽ ചെയ്യുന്ന അതേ ഓപ്പറേഷൻ ഇതിലുള്ള എല്ലാ എലമെൻറ്റിലും ചെയ്യും. എന്ന് വെച്ചാൽ ആ ഒരു മൊത്തം റോയിലാണ് ചേഞ്ചസ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തൊരു R2 എന്ന് പറയുന്ന റോ ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, R2 -R1 ഫോമിൽ വരണം. R2 -R1 എന്ന് പറഞ്ഞാൽ എന്താ, 1 -1 -1 -1 2 -1 6 -8 ആ ഒരു ഫോമിൽ ചെയ്യുക. അപ്പം എന്ത് വരും, ഫസ്റ്റ് റോയിൽ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അതുപോലെ എഴുതി. സെക്കൻഡ് റോയിൽ മാറ്റം ഉണ്ടല്ലോ, R2 എങ്ങനെയാണ് മാറിയത്, R2വിലുള്ള ഓരോ എലമെൻറ്റിനെയും R1ലുള്ള എലമെൻറ്റ് വെച്ച് മൈനസ് ചെയ്തു. 1നെ 1 കൊണ്ട് മൈനസ് ചെയ്തപ്പോൾ 0, -1നെ 1 കൊണ്ട് മൈനസ് ചെയ്തപ്പോൾ -2, 2 -1 എന്ന് പറയുമ്പം 1, 6 -8 എന്ന് പറയുമ്പം -2. ഇനി നോക്ക്, ഈ എലമെൻറ്റിനെ സീറോ ആക്കണമല്ലോ. ഈ എലമെൻറ്റ് ആരെ താഴെയുള്ളത്, ഈ ഒരു പിവോട്ടൽ എലമെൻറ്റിൻ്റെ തൊട്ട് താഴെ ആ ഒരു കോളത്തിൽ വരുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റുമ്പോഴും കമ്പയർ ചെയ്യേണ്ടത് ഏത് വെച്ചിട്ടാണ്, ഫസ്റ്റ് റോ വെച്ചിട്ട്. അതായത് പിവോട്ടൽ എലമെൻറ്റ് എവിടെയാണോ ഉള്ളത് ആ എലമെൻ്റ് ഉള്ള റോ വെച്ചിട്ട് വേണം നമ്മൾ മാറ്റിയത്. ആ ഒരു ഓപ്പറേഷനും ഞാൻ ഇവിടെ തന്നെ എഴുതുന്നത്.
R3 ചേഞ്ചസ് ടു, ഇവിടെ 3 അല്ലേ ഉള്ളത്, 3 0 ആക്കണം. പക്ഷെ 3യും 1ഉം കമ്പയർ ചെയ്യേണ്ടത്. 3 മൈനസ് 3 ഇൻറ്റു 1, 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 തന്നെ. 3 മൈനസ് 3 ഫോമിൽ വന്നാലാണ് 0 ആകും. അപ്പോൾ R3യിലുള്ള എലമെൻറ്റിനെ എങ്ങനെ മാർക്ക് ചെയ്യണം? R3 മൈനസ് 3 R1 ഫോമിലോട്ട് വരണം. പക്ഷെ ഈ ഒരു ഓപ്പറേഷൻ എന്തിന് ബാധക? ഈ എല്ലാ എലമെൻറ്റിനും ബാധക. അപ്പോൾ 3 മൈനസ് 3 ഇൻറ്റു 1 0. പിന്നെയോ അടുത്ത എലമെൻറ്റ് 5 മൈനസ് 3 ഇൻറ്റു ഇവിടെയുള്ള ആളാരാ 1. 5 മൈനസ് 3 എന്ന് പറയുമ്പം 2. അടുത്ത എലമെൻറ്റ് -7 മൈനസ് 3 ഇൻറ്റു ഇതിന് നേരെ മേലെയുള്ള ആൾ 1. അപ്പം എന്ത് വരും? -10. ഇനിയോ 14 മൈനസ് 3 ഇൻറ്റു ഇതിൻ്റെ ഇവിടെയുള്ള ആൾ 8. അപ്പോൾ 14 മൈനസ് 24 എന്ന് വരും. അപ്പം എന്ത് വരും? -10 വരും. അപ്പോൾ പിവോട്ടൽ എലമെന്റ് കിട്ടി, അതിൻ്റെ താഴത്തെ 2 ആൾക്കാരെ 0 ആക്കി. അപ്പോൾ ഫസ്റ്റ് റോൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്, ഈ എലമെൻറ്റ് 0 ആണല്ലോ, അപ്പോൾ ഇത് വരില്ല. അപ്പോൾ അടുത്ത ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്, അപ്പോൾ ഇതല്ലേ വരിക എന്ന് വെച്ചാൽ ഇതാണ് ഈ റോൻ്റെ പിവോട്ടൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പിവോട്ടൽ എലമെൻറ്റിൻ്റെ താഴെ വരുന്ന റോയിലുള്ള എല്ലാ എലമെൻറ്റിനെയും 0 ആക്കും. ഇതിൻ്റെ താഴെ ഒരൊറ്റ റോയേ വരുന്നുള്ളൂ. അപ്പോൾ ഈ റോയിലുള്ള ഈ എലമെൻറ്റിനെ എങ്ങനെയെങ്കിലും 0 ആക്കി മാറ്റണം. അതിന് വേണ്ട ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ R3യിലാണല്ലോ ഉള്ളത്. അപ്പോൾ R3യിലല്ലേ ചെയ്യേണ്ടത്? 2 ഉണ്ട്. കമ്പയർ ചെയ്യേണ്ടത് ഏത് റോ വെച്ചിട്ടാ? ഈ ഇതാണ് ഇപ്പോഴത്തെ പിവോട്ടൽ എലമെൻറ്റ്. അത് വരുന്ന റോ വെച്ചിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അപ്പോൾ 2 പ്ലസ് -2 ഫോമിൽ വന്ന, ഇവിടെ -2 അല്ലേ, 2 പ്ലസ് -2 ഫോമിൽ വന്ന 2 മൈനസ് 2 വരും, 0. അപ്പോൾ R3നെ എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത്? R3 പ്ലസ് R2 ഫോമിലോട്ട് ചെയ്യാം. അപ്പോൾ ഓരോ എലമെൻറ്റിനും ആ മാറ്റം വരുത്തണം. R3യിൽ മാത്രമേ മാറ്റം വരുത്തണ്ടൂ. അപ്പോൾ R1ഉം R2 എന്താണോ മേലെയുള്ളത് അതേപോലെ എഴുതി. R3 നോക്ക്, 0 പ്ലസ് തൊട്ട് മേലെയുള്ള എലമെൻറ്റ് 0, 0 പ്ലസ് 0 0 തന്നെ. പിന്നെയോ 2 പ്ലസ് -2, 2 പ്ലസ് -2 എന്ന് പറയുമ്പോൾ 0. -10 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -9. പിന്നെ -10 പ്ലസ് -2, -10 -2 ഫോമിൽ വരും, -12 ആയല്ലോ. നോക്ക്, അപ്പോൾ സെക്കൻഡ് പിവോട്ടൽ എലമെൻറ്റ് കിട്ടി, അതിൻ്റെ താഴെയുള്ള റോ ഒന്നേ ഉള്ളൂ, അതിലുള്ള എലമെൻറ്റ് 0 ആക്കി. ഇനി അടുത്ത ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് ആരാ? ഈ -9. പക്ഷേ ഇതിൻ്റെ താഴെ ഇനി റോ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. ഇത്ര വരെ എത്തിയതാണ്. നമ്മുടെ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് കിട്ടി. റോ റെഡ്യൂസ്ഡ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത്? സൊല്യൂഷൻ ഏത് ടൈപ്പ് സൊല്യൂഷൻ ആണെന്ന് നോക്കണം. ആ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? റാങ്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടേ പറയാം. ഇതിപ്പോൾ ഏത് മെട്രിക്സിനെ നമ്മൾ മാറ്റിയത്? AB എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെയാണ് മാറ്റിയത്. അപ്പോൾ റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിൽ മൊത്തം 0 ആവുന്ന റോ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. അതിനെ ഒഴിവാക്കി ബാക്കി എത്ര റോ ഉണ്ട് നോക്കുക. ഈ റോയിൽ എലമെൻ്റ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഈ റോ കൺസിഡർ ചെയ്യണം. ഈ റോയിൽ എന്തായാലും എലമെൻ്റ് ഉണ്ട്, അതും കൺസിഡർ ചെയ്യണം. ഇതിൽ മൊത്തം എലമെൻ്റ് മാത്രമേ ഉള്ളൂ, അതും കൺസിഡർ ചെയ്യും. 0 1 2 0 അല്ലെ, അങ്ങനെ സീറോകൾ വന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഒരു നോൺ സീറോ എലമെൻ്റ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റൂ. 3 റോയിലും എലമെൻ്റ് ഉണ്ട്. അപ്പോൾ റാങ്ക് ഓഫ് AB എന്ന് പറയുന്നത് എത്രയാ? 3. ഇനി റാങ്ക് ഓഫ് A കാണണം. റാങ്ക് ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഈ AB എന്ന് പറയുന്ന മെട്രിക്സ് A എന്ന് പറയുന്ന മെട്രിക്സും B എന്ന് പറയുന്ന മെട്രിക്സും ചേർത്ത് എഴുതിയതല്ലേ. അപ്പോൾ ഈ ഒരു കോളം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് ഏത് മെട്രിക്സാ? A എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ. അപ്പോൾ ഇതിലുള്ള ഈ ലാസ്റ്റ് കോളത്തിന് മൊത്തം ഞാനങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ എന്താ കിട്ടുക? ഈ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എക്കലോൺ ഫോം ആണല്ലോ. നോക്ക്, 1 എടുത്തു, അതിൻ്റെ താഴെയുള്ള ആളെ 0 ആക്കി, ഇവിടെയുള്ള എടുത്തു, അതിൻ്റെ താഴെയുള്ള 0 ആക്കി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നോക്കി, ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്കും എന്താ വരിക? ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ട്, അപ്പോൾ ഇത് കൂട്ടും. ഇത് 2 എലമെൻ്റ് ഉണ്ട്, കൂട്ടും. 3 എലമെൻ്റ് ഉണ്ട്, കൂട്ടും. അപ്പോൾ ഇതിൻ്റെയും റാങ്ക് എത്ര തന്നെയാണ് വരുന്നത്? 3 തന്നെയാണ് വരുന്നത്. അപ്പോൾ റാങ്ക് ഓഫ് AB ഈക്വൽ ടു റാങ്ക് ഓഫ് A ഈക്വൽ ടു n എത്രയാ? n പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 1 2 3. ഈ അൺനോൺ വേരിയബിൾസ് എത്രയാണോ അതാണ് n, അതും 3.
അപ്പോൾ റാങ്ക് ഓഫ് 3 കേസാണുള്ളത്. നോ സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ. റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി നമുക്ക് ഈക്വലാണ് കിട്ടിയത്, അപ്പോൾ ഈ കേസ് വരില്ല. പിന്നെന്താ, റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു എൻ. ആ കേസാണല്ലോ നമുക്ക് കിട്ടിയ എ ഈക്വൽ ടു എ ബി ഈക്വൽ ടു എൻ. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന് എന്താണ്, ഒരു സൊല്യൂഷനെങ്കിലും എക്സിസ്റ്റ് ചെയ്യും. ഒരു ഒറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കറിയാം therefore സിസ്റ്റം എന്താണ്, സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ പറയും സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയും. കൺസിസ്റ്റൻ്റ് ആണ് ആൻഡ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ, ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ റാങ്ക് കണ്ടുപിടിച്ചു, അവിടെ നിന്ന് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യേണ്ടത്. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഈ മെട്രിക്സിലുള്ള ഈ ഫസ്റ്റ് കോളത്തിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും കൂടെ എക്സ് ചേർക്കുക, സെക്കൻഡിൻ്റെ കൂടെ വൈ ചേർക്കുക, തേർഡിൻ്റെ കൂടെ സെഡ് ചേർക്കുക. ഇത് ഈക്വൽ ടു എന്ന് പറഞ്ഞു എഴുതുക. അപ്പോൾ എന്താ വരിക, ഫസ്റ്റ് എന്ന് പറയും 1x എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 8. ഓരോന്നിനെയും ഓരോ സിസ്റ്റമായിട്ട് നമ്മൾ എഴുതാം. 0x എന്ന് നമ്മൾ എഴുതൂലല്ലോ. പിന്നെന്താ ഉള്ളത്, -2y പ്ലസ് സെഡ് ഈക്വൽ ടു -2. പിന്നെയോ -9z ഈക്വൽ ടു -12. അതായത് ഈ ഫസ്റ്റിലുള്ളതിന് ഒരു സിസ്റ്റം, രണ്ടാമതുള്ള മൊത്തം ചേർത്ത ഒരു സിസ്റ്റം, പിന്നെ സിസ്റ്റം. അതായത് ആദ്യം നമ്മൾ സിസ്റ്റത്തിനെ മെട്രിക്സിലോട്ട് മാറ്റി, അവസാനം നമുക്ക് കിട്ടിയ മെട്രിക്സിനെ നമ്മൾ സിസ്റ്റത്തിലോട്ട് മാറ്റി. ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 3ഉം കൺസിഡർ ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ ഇങ്ങനെ താഴേന്ന് മേലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകും. അതിനെയാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. -9z ഈക്വൽ ടു -12 എടുക്കുക. രണ്ട് സൈഡിലും മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്ത് കിട്ടി, 9z ഈക്വൽ ടു 12 എന്ന് കിട്ടി. 9z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 9 ഇൻറ്റു സെഡ് എന്നാണ് അർത്ഥം. ഇൻറ്റു എന്ന് പറയുന്ന ഒരു ക്രിയ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പം ഡിവൈഡഡ് ബൈ ആവും. ഡിവൈഡഡ് ബൈ ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്തായി, ഇൻറ്റു ആവും. പ്ലസ് ആണ് ഈക്വൽ ഇപ്പുറം ഉള്ളതെങ്കിൽ അത് അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് ആണ് ഇപ്പുറമെങ്കിൽ അത് അപ്പുറം പോകുമ്പോൾ പ്ലസ് ആവും. ഇവിടെ ഇപ്പോൾ ഇൻറ്റു ആണല്ലോ ഉള്ളത്, നമുക്ക് സെഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 9നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഓൾറെഡി 12 ഉണ്ട്, ഇവിടെ ഇൻറ്റു 9 അല്ലേ ഉള്ളത്. ഇൻറ്റു ഈക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ എന്തായി, ഡിവൈഡഡ് ബൈ ആയി. ഇനി നോക്ക്, കോമൺ മൾട്ടിപ്പിൾ ആരാ, 12ലും 9ലും കോമൺ ആയിട്ട് പോകുന്ന ആൾ 3 അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4 വരും. 9ന് 3 കൊണ്ട് ചെയ്യുമ്പം 3 വരും. അപ്പോൾ എന്ത് കിട്ടി, സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു 4/3 എന്ന് കിട്ടി. സെഡ് കിട്ടിക്കഴിഞ്ഞല്ലോ. ഈ കിട്ടിയ സെഡിനെ തൊട്ട് മേലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, -2y പ്ലസ് സെഡ് ഈക്വൽ ടു എത്രയായിരുന്നു, -2. ഇനി ഇതിലെന്ത് ചെയ്യുക, സെഡിന് നമുക്കിപ്പോൾ ഒരു വില അറിയാലോ, -2y പ്ലസ് 4/3 ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഇനി ഇതിൽ ഈ y അല്ലേ കണ്ടുപിടിക്കണ്ടേ, അപ്പോൾ y ഒന്നും ഇല്ലാത്ത ആളാരാ, 4/3. 4/3ന് മുമ്പിൽ എന്നാ പ്ലസ് ഈക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. അപ്പം -2y ഈക്വൽ ടു -2 മൈനസ് 4/3 എന്ന് വരും. ഇത് ഇനി എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ, അപ്പോൾ അതിനെ മാറ്റാൻ LCM എടുക്കുക. അതായത് ഈ ഒറ്റക്ക് നിൽക്കുന്ന -2ൻ്റെ കൂടെ ആരെ അടിയിലാണോ സാധനമുള്ളത് ആ അടിയിലുള്ള ആളെ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഗുണിക്കുക. അപ്പം -2 ഇൻറ്റു 3, പിന്നെ അവിടെയുള്ള ക്രിയ എന്താണോ അത് എഴുതുക. അതിന് ശേഷം ഹോൾ ഡിവൈഡഡ് ബൈ 3. -2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ -6 മൈനസ് 4/3. അപ്പം എന്ത് വരും, -10/3. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതാം, -10/3 എഴുതാം. -2y ഈക്വൽ ടു -10/3. രണ്ട് സൈഡിലും മൈനസ് ഉള്ളതുകൊണ്ട് ക്യാൻസലായി. 2y എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു y ആണ്. അപ്പോൾ 2നെ അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, 10/3 താഴെ 2 വരും, കാരണം ഡിവൈഡഡ് ബൈ ഫോമില അല്ലേ. അപ്പോൾ 10/6 എന്ന് വരും. കോമൺ മൾട്ടിപ്പിൾ ആരാ, 2. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. അപ്പോൾ y ഈക്വൽ ടു 5/3 എന്ന് കിട്ടി. വൈയും കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുക, x പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 8. ഇക്വേഷൻ 1ൽ x പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 8. വൈയും സെഡും അറിയാലോ, x പ്ലസ് 5/3 പ്ലസ് 4/3 ഈക്വൽ ടു 8.
ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യുക. എക്സ് പ്ലസ് 5 4 9/3 ഈക്വൽ ടു 8. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? 3 ഈക്വൽ ടു 8 പ്ലസ് 3 ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പോൾ എക്സ് ഈക്വൽ ടു 8 മൈനസ് 3 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ സൊല്യൂഷൻ എന്താ? എക്സ് ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു 5/3, സെറ്റ് ഈക്വൽ ടു 4/3. ഇതായിരിക്കും സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ എക്സ് വൈ സെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കിട്ടി. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ.